ഹായ് ഗൈസ്, ഇപ്പോൾ ഇന്ത്യ അമേരിക്കയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു സംഭവം ചെയ്ത് അത് ഒരു ഹിസ്റ്ററി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ DRDO പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് അതെല്ലാം തന്നെ നമ്മുടെ ആർമിക്കും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്കും വേണ്ടി ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഒരു പുതിയൊരു അച്ചീവ്മെന്റും കൂടിയാണ് DRDO നടത്തിയിരിക്കുന്നത്. ഇത് ചെറിയ അച്ചീവ്മെന്റ് അല്ല, അമേരിക്ക തുടങ്ങിയ വലിയ രാജ്യങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അച്ചീവ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തു കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ അടുത്ത് അഗ്നി മിസൈൽ ഉണ്ട്, അതായത് അഗ്നി 1 തൊട്ട് 5 ഉണ്ട്. അപ്പോൾ ഈ മിസൈൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചൈനയുടെ ഏത് ഭാഗം വരെ വേണമെങ്കിലും പോയി അറ്റാക്ക് ചെയ്യാം. നമ്മൾ ഇതിന് പറഞ്ഞിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 5300 കിലോമീറ്ററോളം ഇത് സഞ്ചരിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഓൺ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചൈന തന്നെ ഇത് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഒരു തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത്. ഇത് 8000-ലും അധികം കിലോമീറ്റർ പോകാനുള്ള കഴിവാണ് അഗ്നി 5 എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യ ഒരു മിസൈൽ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അത് ചൈന അവിടെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചൈന എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അത് എപ്പോഴും ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് രണ്ടും അവരവരുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള മിസൈലുകൾ, അതായത് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അഗ്നി 1 തൊട്ട് 5 വരെ നമ്മുടെ അടുത്തുണ്ട്. ഇതല്ലാണ്ട് ബ്രഹ്മോസ് ഉണ്ട്, അതായത് നമ്മളും റഷ്യയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളും ഉണ്ട്. അപ്പോൾ ഇതും നല്ല രീതിയിൽ സ്പീഡായി പോകുന്ന ഒരു മിസൈലാണ്. അതുമാത്രമല്ല ഈ മിസൈലിന് ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു മിസൈലുമാണ്. നമ്മൾ ഫിലിപ്പൈൻസിനും കൂടെ റീസെന്റ് ആയി വിറ്റതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല മിസൈലുകളും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അടുത്ത് ഇല്ലാത്തത് എന്ന് പറയാൻ ഒരേ ഒരു മിസൈലാണ്, അതാണ് ഹൈപ്പർസോണിക് മിസൈൽ. അപ്പോൾ ഈ ബ്രഹ്മോസും ഹൈപ്പർസോണിക് മിസൈൽ എന്താണെന്ന് ചോദിച്ചാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ആക്റ്റീവ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഒരു മാക് 5 നിന്ന്, അതായത് മാക് 6 നിന്ന് മാക് 22 സ്പീഡിലുള്ള ഒരു മിസൈൽ നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു മിസൈലാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അതായത് സ്വന്തമായിട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് ബാലിസ്റ്റിക് മിസൈലുകളും അങ്ങനെയുള്ള മിസൈലുകളുടെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൺസ് അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇന്ത്യ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചൈനയുടെ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പോയി ഹിറ്റ് ചെയ്യും. അതിന്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് അതിന്റെ പാത്തോ അല്ലെങ്കിൽ ഒന്നും തന്നെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് അപ്പുറത്ത്, അതായത് ഇപ്പോൾ ഇസ്രായേലൊക്കെ എങ്ങനെയാണ് ജയിക്കുന്നത്, അവരുടെ കയ്യിൽ അയൺ ഡോം ഉണ്ട്. അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ, ഈ മിസൈൽ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇതിന്റെ ഇൻഫർമേഷൻ റഡറിൽ കൃത്യമായി കിട്ടുന്നതും അങ്ങനെ അവർ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാണ്. പക്ഷെ ഇതിപ്പോൾ നമുക്കത് അത് മാനുവറിങ് ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ആ റഡറിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിന്റെ ഡയറക്ഷൻ മാറ്റിവിട്ട് ആ ഒരു കറക്റ്റ് പൊസിഷനിലോട്ട് എത്തിക്കാൻ കഴിയും. പക്ഷെ ഇങ്ങനെയുള്ള മിസൈലുകൾ ഇന്ത്യന്റെ അടുത്തില്ലായിരുന്നു. ഇപ്പോൾ ഉള്ള യുദ്ധ സാഹചര്യത്തിൽ, അതായത് റഷ്യന്റെ S-400 എല്ലാം നമ്മുടെ അടുത്തുമുണ്ട്, അതുപോലെ തന്നെ റഷ്യന്റെ അടുത്തുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മോഡേൺ യുദ്ധ സാഹചര്യം ആ ഒരു സമയത്ത് ഇപ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് അയൺ ഡോം തുടങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തന്നെ കൂടുതലും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആൾക്കാരെല്ലാം തന്നെ ഓരോ രാജ്യങ്ങളും അതിൽ പുതിയതായി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, ശത്രുവിടെ എന്തെങ്കിലും മിസൈലുകൾ വരികയാണെങ്കിൽ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന് ഒരു തരത്തിലും, അതായത് ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്കതിനെ ഫുള്ളായിട്ടും തകർത്തെറിയാൻ കഴിയും. അപ്പോൾ ഇതുകൊണ്ടാണ് എല്ലാവരും ഈ ഹൈപ്പർസോണിക് മിസൈലുകളിലോട്ട് എല്ലാവരും ആശ്രയിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് മാക് 6 സ്പീഡ് ടു മാക് 22 സ്പീഡ് വരെ ഇത് ഏകദേശം ഉണ്ടാവും. അതുകൊണ്ട് അതായത് ഇങ്ങനെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റം റഡറിൽ ഇത് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ആ ഹിറ്റ്, അതായത് കറക്റ്റ് ലക്ഷ്യം ഫുള്ളായിട്ടും തകർത്തിരിക്കും. അത് ഒരു അഡ്വാൻറ്റേജ് ആയി ഇതിനെ കരുതുന്നു. അത് മാത്രമല്ല ഈ ഒരു മിസൈലുകൾ, അതായത് നമുക്ക് മാനുവറിങ് ചെയ്യാം. അതായത് ഇപ്പോൾ വൺസ് ഈ ടാർഗറ്റ് പോയി പെട്ടെന്ന് തന്നെ അതായത് ഈ ചൈന ഇത് അറിഞ്ഞുകൊണ്ട് ടാർഗറ്റ് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ആ മിസൈൽ അവിടെ നഷ്ടപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് മാനുവറിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും ഇതിന്റെ കൺട്രോൾ നമ്മുടെ അടുത്തുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ ഡയറക്ഷൻ മാറ്റാനും കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അഡ്വാൻസ് ഫെസിലിറ്റിയാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മിസൈലുകൾ ഇപ്പോൾ ഏതെല്ലാം രാജ്യത്തിന്റെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യയുടെ അടുത്തുണ്ട്, റഷ്യ അത് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തതുമാണ്. രണ്ടാമത് ചൈനയുടെ അടുത്തുണ്ട്, ചൈനയുടെ അടുത്തും അത് സക്സസ്ഫുൾ ആയിട്ട് അവരും ടെസ്റ്റ് ചെയ്താണ്. പക്ഷെ ചൈന ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നല്ല സ്പീഡിലെല്ലാം പോയി. അതിലൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് സ്പീഡ് മാത്രമോ അവർ നോക്കിയുള്ളൂ, അതിന്റെ അക്യൂറസി എന്ന് പറയുന്നത് 1 to 2 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു അക്യൂറസി അതിൽ കുറവുണ്ട്. പക്ഷെ അത് ചൈന മീഡിയസ് വലിയ രീതിയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അമേരിക്കന്റെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അമേരിക്ക പറയുന്നത് അത് ഞങ്ങൾ പഴയ ടെക്നോളജിയും പുതിയ ടെക്നോളജിയും കമ്പൈൻ ചെയ്ത് പുതിയതൊന്ന് ലോഞ്ച് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോഴും ടെസ്റ്റിംഗ് പ്രോസസ്സിലാണ്. അത് അവർ പലതും ക്ലെയിം ചെയ്തെങ്കിലും ഇതുവരെ കംപ്ലീറ്റ് പ്രോസസ് കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഈ ഒരു സ്പോട്ടിലോട്ട് എത്തുന്നത്. അതായത് നമ്മുടെ DRDO നമുക്ക് ആ ഒരു വിക്ടറിയും കൂടെ നമുക്ക് തേടി തന്നിരിക്കുന്നു. ഗ്രീസിലെ അബ്ദുൽ കലാം മിസൈൽ ബേസ് അവിടെ നിന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 1500+ എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട് റേഞ്ച് നമ്മൾ ഇതുവരെയും ഓൺ പേപ്പറിൽ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഇത് എന്തായാലും അത് ഓൺ പേപ്പറിൽ വ്യക്തമാക്കില്ല. കാരണം എന്തുകൊണ്ടും ശത്രു ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഇൻഫർമേഷൻ എപ്പോഴും നമ്മൾ കൊടുക്കില്ല. ഇത് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. DRDOയും ഒഫീഷ്യലായി രേഖപ്പെടുത്തി. അതായത് ഇങ്ങനെ ഒരു മിസൈൽ ഒറീസയിൽ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ബേ ഓഫ് ബംഗാളിൽ നമ്മുടെ യുദ്ധക്കപ്പലെല്ലാം കൊണ്ടുപോയി നമ്മൾ ഇതിന്റെ റേഞ്ചും കാര്യങ്ങളും എല്ലാ രീതിയിലും നമ്മൾ ടെസ്റ്റ് ചെയ്താണ്. അതായത് ഇത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്, അതുപോലെ തന്നെ എങ്ങനെയെല്ലാം മാനുവറിങ് ചെയ്യാൻ പറ്റുമോ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇത് ടെസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന്റെ യൂസ് എവിടെയൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ടത്. അതായത് ഇങ്ങനെ ഒരു വെപ്പൺ നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്ക് ഏതെല്ലാം സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതെല്ലാം രാജ്യങ്ങൾക്ക് എതിരെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് അറിയണ്ടേ. അതായത് നമ്മൾ ഓൾറെഡി ഓൺ പേപ്പറിൽ തന്നെ 1500 കാണിച്ചു. നമ്മൾ അഗ്നി വരെ 5300 കാണിച്ചുള്ളൂ. പക്ഷെ ചൈന തന്നെ അത് പറയുന്നു 8500ഓളം പോകുമെന്ന്. അപ്പോൾ ഇതും ഓൺ പേപ്പറിൽ വെറും 1500+ എന്ന് മാത്രമോ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്രമാത്രം ശക്തിയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഏറ്റവും നൈബറിംഗ് കൺട്രി അല്ലെങ്കിൽ നമ്മളെ ശത്രു രാജ്യമായി കണക്കിലാക്കുന്ന പാകിസ്ഥാൻ നോക്കുകയാണെങ്കിൽ, അതായത് പാകിസ്ഥാന്റെ ആ പട്ടീന്റെ രൂപത്തിലുള്ള ആ മാപ്പിന്റെ ഏത് അറ്റം വരെ വേണമെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഏത് ടാർഗറ്റ് വേണമെങ്കിലും ഇത് കൃത്യമായി തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ആ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ കംപ്ലീറ്റ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 രാജ്യങ്ങളെയും നമുക്ക് ഈ ഒരു മിസൈൽ ഉപയോഗിച്ച് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അഫ്ഗാനിസ്ഥാനും ഇറാനിലോട്ടും അറ്റാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അഫ്ഗാനിസ്ഥാനുമായിട്ട് നമുക്ക്, അതായത് ഇപ്പോഴുള്ള താലിബാനുമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊരു അനുകൂലമായ സിറ്റുവേഷൻ ആണ്. കാരണം അവർക്കും പാകിസ്ഥാനും ചേരാത്തതുകൊണ്ട് തന്നെ, അതായത് താലിബാൻ എന്തായാലും ഇന്ത്യനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇറാനിൽ നോക്കുകയാണെങ്കിൽ ഇറാനുമായിട്ടും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ പലതരത്തിലുള്ള എഗ്രിമെന്റുകളും സൈൻ ചെയ്ത 2 രാജ്യങ്ങളാണ്. അതുകൊണ്ട് ആ 2 രാജ്യങ്ങളോട്ടും അതായത് റേഞ്ച് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതായത് ഇപ്പോൾ ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടാക്കാൻ നമുക്കിത് പറ്റും. ഇനി നമ്മൾ ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ, അതായത് ടിബറ്റ് ചൈന ആ ഒരു സ്ഥലത്തോട്ട് വരികയാണെങ്കിൽ, ചൈനയുടെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അതായത് 1500+ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതായത് ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ചൈനയും ഇതിനെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അതായത് പ്രധാനമായിട്ടും ഇത് കംപ്ലീറ്റ് സ്റ്റേജ് ഡെവലപ്പ് ആയി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും 4 രാജ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് റഷ്യ, ചൈന, പിന്നെ ഇറാന്റെ അടുത്ത്, അതായത് റഷ്യന്റെ ഒരു അത്രമാത്രം അഡ്വാൻസ്ഡ് അല്ല, ഒരു ലൈറ്റ് വെർഷൻ റഷ്യയുടെ സഹായത്തോടു കൂടി ഇറാൻ ഇപ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയും കൂടെ. അപ്പോൾ ഈ 4 രാജ്യങ്ങളുടെ അടുത്തോ പ്രധാനമായിട്ടും ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇപ്പോൾ തൽക്കാലം ഉള്ളൂ. അതുകൊണ്ട് ചൈനയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യുദ്ധം വരികയാണെങ്കിൽ ഈ ടിബറ്റ് ആ സൈഡിൽ നിന്നായിരിക്കും കൂടുതലും വരുന്നത്. ചൈന അവിടെ തന്നെ ഏകദേശം 22ഓളം അതായത് ആർമി ബേസും അതുപോലെ തന്നെ എയർ ബേസ് എല്ലാം തന്നെ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം തന്നെ നമുക്ക് പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഹൈപ്പർസോണിക് മിസൈൽ കൊണ്ട് സ്ട്രാറ്റജിക് ആയിട്ട് അറ്റാക്കുകളാണ് എല്ലാ രാജ്യങ്ങളും നോക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഇതുകൊണ്ട് ഒരു യുദ്ധകലത്തിൽ ഒരു ആർമി ആൾക്കാരെ കൊല്ലുക അല്ലെങ്കിൽ ടാങ്കിനെ തകർക്കുക, ഇതൊന്നുമല്ല നമ്മുടെ പ്രധാന ലക്ഷ്യം. ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു രാജ്യത്തിന്റെ ഡാമുകൾ തകർക്കുക, അതുപോലെ തന്നെ എയർ ബേസുകൾ തകർക്കുക, ആർമി ബേസുകൾ തകർക്കുക, ഇങ്ങനെയുള്ള പല സാഹചര്യത്തിലുള്ള സിറ്റുവേഷനുകൾ ഇതിലാണ് നമ്മൾ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിക്കുന്നത്.